Good evening, dear friends. Now we are going to analyze a poem, Rise, prescribed for plus 2 classes. The poem Rise is written by Chemanan Chako. It was originally written in Malayalam and was translated into English by Professor K. Ayyappa Panikka. ഇതൊരു ആക്ഷേപ ഹാസ്യ കവിതയാണ്. കേരളത്തിലെ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന കാർഷിക സംസ്കൃതിയെക്കുറിച്ച് ഗൃഹാതുരത്വത്തോടുകൂടെ ഓർക്കുകയും കേരളം ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്ന ഉപഭോക്തൃ സംസ്ഥാന എന്ന കേരളത്തിൻ്റെ ആ അവസ്ഥ അതിനെ പരിതാപത്തോടുകൂടെ വളരെ ദുഃഖത്തോടുകൂടെ നോക്കിക്കാണുകയുമാണ് കവി ചെയ്യുന്നത്. ഇവിടെ റൈസ് എന്നാൽ നെല്ല് അല്ലെങ്കിൽ അരി. കേരളത്തിൽ ഒരു കാലത്ത് നമുക്കാവശ്യമുള്ള ഭക്ഷ്യവിഭവങ്ങളൊക്കെ ഇവിടെ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കുകയായിരുന്നു പതിവ്. ഇന്ന് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ ഈ കാര്യത്തിൽ ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചെമ്മനം ചാക്കോ ഇത് കവി അദ്ദേഹത്തിന്റെ അനുഭവം പറയുന്ന രൂപത്തിലാണ് പറയുന്നത്. 2 ഭാഗമായിട്ടാണുള്ളത്. ആദ്യ ഭാഗത്ത് അദ്ദേഹത്തിന്റെ ഈ കേരളത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളും രണ്ടാമത്തെ ഭാഗത്ത് അദ്ദേഹത്തിന്റെ പ്രതീക്ഷകൾക്ക് വരുന്ന ഭംഗവും ആണ് പ്രതിപാദിക്കുന്നത്. ഇവിടെ കവി ഡൽഹിയിലേക്ക്, ഉത്തരേന്ത്യയിലേക്ക് ഒരു റിസർച്ചിന് വേണ്ടിയിട്ട് പോവുകയാണ്. അദ്ദേഹം നാട് വിടുമ്പോൾ കേരളം പച്ചപിടിച്ച് മനോഹരമായ ധാരാളം നെൽവയലുകളും അതേപോലെ കാർഷിക സംസ്കൃതിയുടെ നല്ല ഓർമ്മകളുമായാണ് അദ്ദേഹം നോർത്ത് ഇന്ത്യയിലേക്ക് പോകുന്നത്. തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രതീക്ഷയ്ക്ക് വിപരീതമായ കാര്യങ്ങളാണ് അദ്ദേഹം കാണുന്നത്. നെൽവയലുകൾക്ക് പകരം അടക്കാമരങ്ങളും അതേപോലെ റബ്ബർ പ്ലാന്റ്സും ഒക്കെയാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത്. അതേപോലെ ഇവിടെയുള്ള ആളുകളുടെ ആറ്റിറ്റ്യൂഡിൽ സമീപനത്തിൽ വന്ന മാറ്റവും അദ്ദേഹം വളരെ രസകരമായി പ്രതിപാദിക്കുന്നു. ഇത് സറ്റാറിക്കലായിട്ട് നമ്മുടെ ഗവൺമെന്റിനെതിരെയും കാർഷിക സംസ്കൃതിയെ നശിപ്പിക്കുന്നതിന് കൂട്ടുനിന്ന എല്ലാ ആളുകളെയും പരിഹസിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കണക്കറ്റ് കളിയാക്കുന്നതിലൂടെ നമുക്ക് നല്ല ഒരു സംസ്കാരം വീണ്ടെടുക്കുന്നതിന്റെ ആവശ്യകതയിലേക്ക് വിരൽ ചൂണ്ടുകയും കവി ചെയ്യുന്നു. ഇപ്പോൾ ഓരോ സ്റ്റാൻസ വായിച്ച് ഞാൻ അതിന്റെ വിവർത്തനം അവതരിപ്പിക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻസ് ഇങ്ങനെ തുടങ്ങുന്നത്: ഐ കം ഹോം അറ്റ് ദ എൻഡ് ഓഫ് 4 years of research in North India, having earned a doctoral degree. ഈ ഡോക്ടറൽ ഡിഗ്രി നേടാൻ വേണ്ടി നോർത്ത് ഇന്ത്യയിൽ പോയ ഞാൻ തിരിച്ചു വരുന്നു 4 വർഷത്തെ ഗവേഷണത്തിന് ശേഷം. And generous praise for my work on making choice with husk, bought with eating chapatis. Day after day, I am eager to meet a meal of Adigira rice. എൻ്റെ ഈ ഡോക്ടറൽ ഡിഗ്രിക്ക് ധാരാളം അംഗീകാരങ്ങളും ബഹുമതിയൊക്കെ അല്ലെങ്കിൽ പുകഴ്ത്തലുകളൊക്കെ ധാരാളം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്തിനാണ് ഡോക്ടറേറ്റ് എടുത്തത്? കേരളത്തിൽ ധാരാളമായി ഉണ്ടായിരുന്ന ഈ നെൽകൃഷിയുടെ ഒരു ബൈ പ്രൊഡക്റ്റായ ഹസ്ക്, ഉമി, അതുകൊണ്ട് കളിപ്പാട്ടമുണ്ടാക്കുന്ന വിദ്യ, അതിലാണ് ഡോക്ടറേറ്റ് എടുത്തത്. അതിൽ ഞാൻ തിരിച്ചു വരികയാണ്. ആ ഡോക്ടറേറ്റ് നേടി ഞാൻ നല്ല പ്രതീക്ഷയോടുകൂടിയാണ് തിരിച്ചു വരുന്നത്. ആ തിരിച്ചു വരുമ്പോൾ അദ്ദേഹം കവി എന്ത് ചെയ്യാണ്? ഹി വാസ് ബോർഡ് ബൈ ഈറ്റിംഗ് ചപ്പാത്തീസ് ഡേ ആഫ്റ്റർ ഡേ. എല്ലാ ദിവസവും നോർത്ത് ഇന്ത്യയിൽ കിട്ടുന്ന ചപ്പാത്തി മാത്രം തിന്ന് മനമെടുത്ത് ഐ എം ഈഗർ ടു ഈറ്റ് എ മീൽ ഓഫ് അതികിറ റൈസ്. അതികിറ റൈസിന്റെ ചോറ് തിന്നാൻ വേണ്ടിയിട്ട് വളരെ ആകാംക്ഷയോടുകൂടെ ഗൃഹാതുരത്വത്തോടുകൂടെ അദ്ദേഹം നാട്ടിലേക്ക് വരികയാണ്. ഇറ്റ് വിൽ ബി പ്ലാന്റിംഗ് സീസൺ വെൻ ഐ ഗെറ്റ് ദെയർ. അദ്ദേഹം ട്രെയിനിൽ ഇരുന്ന് ഊഹിക്കുകയാണ്. ഇറ്റ് വിൽ ബി പ്ലാന്റിംഗ് സീസൺ വെൻ ഐ ഗെറ്റ് ദെയർ. ഞാനവിടെ എത്തുമ്പോൾ ഇവിടെ വിളയിടുന്ന അല്ലെങ്കിൽ വിളയിറക്കുന്ന കാലമായിരിക്കും സീസൺ വെൻ ഐ ഗെറ്റ് ദെയർ. ആൻഡ് മൈ ഫാദർ ഹിസ് ഹാൻഡ്ലൂം ദുത്തീസ്. അപ്പോൾ നമുക്കറിയാം കേരളത്തിലെ ഒരു വിളയിറക്കുന്ന ആ സമയത്തുള്ള ഒരു അന്തരീക്ഷം അദ്ദേഹം പിന്നെ ഇമാജിനറി ആയിട്ട്, ഇതൊരു ഇമേജസും കൂടിയാണ്, വിഷ്വൽ ഇമേജസ് ആണ്.
ആ വിഷ്വലും ഓഡിറ്ററിയും ഒക്കെ ആയിട്ടുള്ള ഇമേജസ് ഉണ്ട്. അതിൽ അച്ഛന്റെ ഒരു ചിത്രം അദ്ദേഹത്തിന്റെ മനസ്സിൽ തെളിയുകയാണ്. മൈ ഫാദർ ഹിസ് ഹാൻഡ്ലൂം ധോത്തി സ്റ്റെയിൻഡ് വിത്ത് യെല്ലോ മഡ്. എൻ്റെ അച്ഛൻ അദ്ദേഹത്തിന്റെ ഹാൻഡ്ലൂം ധോത്തി ഉടുത്ത് അതിൽ ചെളിയൊക്കെ നിറഞ്ഞ് എക്സൈറ്റഡ് അബൌട്ട് ദ വാട്ടേഴ്സ് ഓഫ് വാറങ്കനാൽ കനാൽ. വാറങ്കനാൽ കനാലിൽ നിന്നുള്ള വെള്ളം കയറി ആ വെള്ളത്തിൽ ചെളിയൊക്കെ പൊതിഞ്ഞിരിക്കുന്ന മുണ്ടു ഒക്കെ ആയിട്ടുള്ള അച്ഛന്റെ ഒരു ചിത്രം മനസ്സിൽ തെളിയുകയാണ്. വിൽ ഗ്രീറ്റ് മീ ഫ്രം ദ ഫീൽഡ്സ് ബിലോ അവർ ഹൗസ്. എന്റെ വീട്ടിനടുത്തെത്തുമ്പോൾ അച്ഛൻ എന്നെ കാണുമ്പോൾ എന്നെ ഗ്രീറ്റ് ചെയ്യും, എന്നെ സ്വീകരിക്കും. എമിറ്റ്സ് ദ ഷൗട്ട്സ് ഓഫ് പ്ലോയിങ് വിത്ത് സെവറൽ ഓക്സൻ. ധാരാളം കാളകളെ ഉഴുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദം, കാളകളെ തെളിക്കുകയും അവയെ നയിക്കുകയും ചെയ്യുന്ന ആ ശബ്ദം, അതൊക്കെ ഇങ്ങനെ അദ്ദേഹം സ്വപ്നം കാണുകയാണ്. സെവറൽ ഓക്സൻ, ധാരാളം ഓക്സൻ ഉണ്ടാവും, കാളകളുണ്ടാവും. അപ്പൊ ആ ശബ്ദമൊക്കെ അദ്ദേഹം ഇമേജസ് ആയിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ തെളിയുകയാണ്. The oxen will stop when they see me walking with my suitcase, and my father, without smiling and smile slowly forming on his lips, will call from the fields. And when did you start from there? അപ്പോൾ ഓക്സൺ വിൽ സ്റ്റോപ്പ് വെൻ ദേ സീ മീ. എന്നെ കാണുമ്പോൾ ഓക്സൺ അവിടെ നിൽക്കും. അങ്ങനെ കാളകൾ അപരിചിതരെ കാണുമ്പോൾ നിൽക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഞാൻ എൻ്റെ സ്യൂട്ട് കേസ് ഒക്കെ ആയിട്ട് തിരിച്ചു വരുമ്പോൾ. ആൻഡ് മൈ ഫാദർ, അച്ഛൻ മുഖത്ത് ചിരി, അധികം സന്തോഷം പ്രകടിപ്പിക്കാതെ, പഴയ ആൾക്കാർ അങ്ങനെയാണ്, അധികം ചിരിയൊന്നും സന്തോഷമൊന്നും പ്രകടിപ്പിക്കാതെ വിളിച്ചു ചോദിക്കും. അവിടെ ഉഴുത്ത് ആ പാടത്ത് നിന്നുകൊണ്ട് തന്നെ വിളിച്ചു ചോദിക്കും. ആൻഡ് വെൻ ഡിഡ് യു സ്റ്റാർട്ട് ഫ്രം ദിയർ, എപ്പോൾ പുറപ്പെട്ടു എന്ന് ചോദിക്കും. മൈ ലിറ്റിൽ ബ്രദർ. പിന്നെ മറ്റ് അടുത്ത സ്വപ്നങ്ങൾ ഇങ്ങനെ ധാരാളമായിട്ടുള്ള സ്വപ്നങ്ങളുണ്ട്, ആ കാർഷിക സംസ്കൃതിയുടെ സ്വപ്നങ്ങൾ. മൈ ലിറ്റിൽ ബ്രദർ ക്യാരിയിങ് ദ tender sapling to be planted in the field where the plowing is done will run when he sees me and call out loud within earshot of house, mother, brother has arrived. എൻ്റെ ബ്രദർ, ലിറ്റിൽ ബ്രദർ, നെല്ല് വിതച്ച പാടത്ത്, ഉഴുതുമറിച്ച പാടത്ത് കുത്താനുള്ള സാപ്ലിങ്ങുമായിട്ട്, അവിടെ നടാനുള്ള സാപ്ലിങ്ങുമായിട്ട്, ചെറിയ തൈകളുമായിട്ട് വരുന്ന എൻ്റെ കൊച്ചനുജൻ എന്നെ കാണുമ്പോൾ കോൾ ഔട്ട് ലൗഡ്, ഉറക്കെ വിളിച്ചു ചോദിക്കും. വിതിൻ ഇയർ ഷോട്ട് ഓഫ് ദ ഹൗസ് മദർ, വിളിച്ചു പറയും. വിതിൻ ഇയർ ഷോട്ട് ഓഫ് ദ ഹൗസ് മദർ, ബ്രദർ ഇസ് അറൈവ്ഡ്. അമ്മേ, ഇതാ ചേട്ടൻ വന്നിരിക്കുന്നു എന്ന് വിളിച്ചു പറയും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വണ്ടിയിലിരുന്ന് സ്വപ്നം കാണുകയാണ്. വാക്കിംഗ് കോഷ്യസ്ലി അലോങ് ദ ഡൈക്ക് സോ ആസ് നോട്ട് ടു അപ്സെറ്റ് ദ ബാസ്കറ്റ് ഫുൾ ഓഫ് സീഡ്. അപ്പൊ അവിടെ എത്തി ഞാൻ ഈ വരമ്പിൽ കൂടെ ഇങ്ങനെ നടക്കും. കോഷ്യസ്ലി, വളരെ ശ്രദ്ധാപൂർവമാണ് നടക്കുന്നത്. സോ ആസ് നോട്ട് ടു അപ്സെറ്റ് ദ ബാസ്കറ്റ് ഫുൾ ഓഫ് സീഡ്. തട്ടിമറിക്കാതെ, കുട്ടയിൽ വെച്ചിരിക്കുന്ന വിത്ത് തട്ടിമറിക്കാതെ ഞാൻ ശ്രദ്ധാപൂർവം നടക്കും. ഐ വിൽ റീച്ച് ഹോം ഇൻ ഗുഡ് ടൈം അറ്റ് ലാസ്റ്റ്. അവസാനം ഞാൻ കറക്റ്റ് ടൈമിന് എന്നെ വീട്ടിലെത്തും. ജസ്റ്റ് ആസ് മൈ മദർ ട്രെയിൻസ് ദ വെൽ കുക്ക്ഡ് റൈസ്. അമ്മ അരി വാർക്കുകയാവും, പാകം ചെയ്ത് അരി വാർക്കുകയാവും. ഓ ട്രെയിൻ, വിൽ യു റൺ എ ലിറ്റിൽ ഫാസ്റ്റർ, ലെറ്റ് മീ ഗെറ്റ് ഹോം ക്വിക്ക്ലി ആൻഡ് ഈറ്റ് മൈ ഫിൽ. എന്നിട്ട് വളരെ ആവേശത്താൽ, ആകാംക്ഷയാൽ പറയുകയാണ്, ഓ ട്രെയിൻ, വിൽ യു റൺ എ ലിറ്റിൽ ഫാസ്റ്റർ. ട്രെയിൻ, ഒന്ന് വേഗം കൂട്ടി ഓടുമോ വണ്ടി. ലെറ്റ് മീ ഗെറ്റ് ഹോം ക്വിക്ക്ലി ആൻഡ് ഈറ്റ് മൈ ഫിൽ. എനിക്ക് വീട്ടിലെത്തി വയറു നിറയെ ഭക്ഷണം കഴിക്കേണ്ടതുണ്ട്, ഈ അതിഗിര റൈസിന്റെ മീല് കഴിക്കേണ്ടതുണ്ട്. അപ്പോൾ അടുത്ത ഭാഗത്ത് അദ്ദേഹത്തിന്റെ സ്വപ്നത്തിന് വളരെ ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് യാഥാർത്ഥ്യത്തിൽ അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നത്, കാണേണ്ടി വരുന്നത്. ദ ബസ് സ്റ്റോപ്സ് ഓൺ ദ റോഡ് അക്രോസ് ഫ്രം ദ ഹൗസ്. ബസ് നിർത്തുന്നു, വീട്ടിനടുത്ത് നിർത്തുന്നു, ആ റോഡിൽ നിർത്തുന്നു. വെൻ ഐ ലെഫ്റ്റ് ദിസ് പ്ലേസ് പാം താച്ച്ഡ് ഹൗസസ് കുഡ് ബി സീൻ. അപ്പൊ അവിടെ എത്തി അപ്പോൾ വളരെ വ്യത്യസ്തമായ, പ്രതീക്ഷയ്ക്ക് വിപരീതമായ കാര്യങ്ങളാണ് കാണുന്നത്. ഐ ലെഫ്റ്റ് ദിസ് പ്ലേസ് പാം താച്ച്ഡ് ഹൗസസ് കുഡ് ബി സീൻ. എല്ലാ വീടുകളും പാം താച്ച്ഡ് ആയിരുന്നു, ഓലമേഞ്ഞ വീടുകളായിരുന്നു. ദ ഡിസ്റ്റൻസ് ഓൺ ദ റൈറ്റ് ബട്ട് നൗ ദർ ഇസ് നത്തിങ്. അങ്ങനെയുള്ള ഒരു വീടുകളും കാണാനില്ല. എക്സെപ്റ്റ് ഫോർ ട്രീസ്, ഹൗ ദ പ്ലേസ് ഹാസ് ചേഞ്ച്ഡ്. ഇപ്പോൾ വലിയ മരങ്ങളാണുള്ളത്. ഹൗ ദ പ്ലേസ്, എക്സ്ക്ലെയിം ചെയ്യാണ്, ഹൗ ദ പ്ലേസ് ഹാസ് ചേഞ്ച്ഡ്. എന്തൊരു മാറ്റമാണ് വന്നിരിക്കുന്നത്. റബ്ബർ പ്ലാന്റ്സ് ട്വൈസ് മൈ ഹൈറ്റ് നൗ സ്റ്റാൻഡ് ഇൻ റോസ് അറൌണ്ട് മീ ഓൺ ദ റിച്ച്. എന്താണ്, എന്റെ ഇരട്ടി ഉയരത്തിലുള്ള റബ്ബർ പ്ലാന്റ്സ് ഇങ്ങനെ വളർന്നു നിൽക്കുകയാണ്. വേർ മോഡൻ ആൻഡ് വെള്ളാരൻ യൂസ് ടു ബി സോൺ. മോഡനും വെള്ളാരനും കൃഷി ചെയ്തിരുന്ന പാടങ്ങളിൽ ഈ മരങ്ങളാണ് ഇപ്പൊ നിൽക്കുന്നത്. ആൻഡ് കൺഫ്യൂസ്ഡ് മൈ പാത്ത് ആസ് ഐ വാക്ക് ഹോം.
വീട്ടിലേക്ക് നടക്കുമ്പോൾ എനിക്ക് വഴിതെറ്റി. കാരണം എന്താണ്? നേരത്തെ ഉണ്ടായിരുന്ന രൂപത്തിലല്ല. ഇപ്പോൾ നെൽകൃഷിയൊന്നും അല്ല ഉള്ളത്, മരങ്ങളാണ് നിറയെ ഉള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ എന്താണ്, വാട്ട് ചേഞ്ചസ് കുഡ് ഹി സീ വെൻ ഹി ഗെറ്റ് ഹോം ബാക്ക് ആഫ്റ്റർ എ ഫ്യൂ ഇയേഴ്സ് എന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്, ഇതാണ് മാറ്റം. There is no bustle of men below, no shouts of plowing. When I look, the whole field is planted with areca palms. ആ കാളകളെ ഒഴുകുമ്പോഴുള്ള ശബ്ദമോ ഒന്നുമില്ല. The whole field is planted with areca palms. അടക്കാമരം നിറയെ വളർന്നു നിൽക്കുന്നു. And the corner along the canal stand the dealwood trees. dealwood treesഉം അതിന്റെ സൈഡ് ആയിട്ട് ഉണ്ട് ദേവദാരു മരങ്ങളുണ്ട്. I enter the house beyond the southern wing. My father is watching them fix up the machine. അപ്പോൾ ഞാൻ സതേൺ തെക്ക് ഭാഗത്തുകൂടെ വീട്ടിലേക്ക് കയറുമ്പോൾ കാണുന്നത് അച്ഛനെയാണ്. അച്ഛൻ, പ്രതീക്ഷയിലുള്ള അച്ഛൻ, യാഥാർത്ഥ്യത്തിലുള്ള അച്ഛനും തമ്മിലുള്ള കോൺട്രാസ്റ്റ് ഇവിടെ ചോദിക്കാം. അച്ഛനെ കുറിച്ചുള്ള പ്രതീക്ഷ എന്തായിരുന്നു? ഓർക്കുന്നുണ്ടല്ലോ. എന്താണ്? ചളി നിറഞ്ഞ മുണ്ടുമായി കാളകളെ ഉഴുന്ന അച്ഛൻ, നിലം ഉഴുതുമറിക്കുമ്പോൾ ദൂരെ നിന്ന് എന്നെ കാണുമ്പോൾ വിളിച്ചു ചോദിക്കുന്ന അച്ഛനല്ല ഇവിടെ യാഥാർത്ഥ്യത്തിൽ കാണാൻ പറ്റുന്നത്. അപ്പൊ അച്ഛൻ എങ്ങനെയാണുള്ളത്? മൈ ഫാദർ ഈസ് വാച്ചിങ് ദം ഫിക്സ് അപ്പ് ദ മെഷീൻ. റബ്ബർ ഫിക്സ് ചെയ്യുന്ന മെഷീൻ, റബ്ബർ ഉണ്ടാക്കുന്ന ഷീറ്റ് ഉണ്ടാക്കുന്ന മെഷീൻ കേടുപാട് തീർക്കുന്നത് നോക്കി നിൽക്കുകയാണ് അച്ഛൻ അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അച്ഛൻ ജോലിയൊന്നും ചെയ്യുകയല്ല, നോക്കി നിൽക്കുകയാണ്. For making rubber sheets, how happy and contented the look on his face. But another change is that his face is now very happy. അദ്ദേഹത്തിന്റെ എക്സ്പ്രഷൻ വളരെ സന്തോഷമാണ്. നേരത്തെ അങ്ങനെയല്ല, ചിരിയൊക്കെ ചെറുതായിട്ട് വിരിയുകയുള്ളൂ. ഇപ്പൊ അങ്ങനെയല്ല. കണ്ടന്റഡ് ആൻഡ് ലുക്ക് ഓൺ ഹിസ് ഫേസ്. എന്തൊരു സന്തോഷകരമായി. ഇതൊരു സറ്റയറാണ്, ഒരു ആക്ഷേപഹാസ്യമാണ്. എന്തൊരു സന്തോഷമാണ് അദ്ദേഹത്തിന്റെ മുഖത്ത്. മൈ ഫാദർ സേസ് വിത്ത് ഒബ്വിയസ് പ്രൈഡ്. അഭിമാനത്തോടുകൂടി അച്ഛൻ പറയുകയാണ്, സൺ, വി ഹവ് സ്റ്റോപ്ഡ് വർക്കിംഗ് ഓൺ ഓൾ ദ റൈസ്. നമ്മൾ അരിയുടെ പണിയൊക്കെ നിർത്തി, നെല്ലിന്റെ പണിയൊക്കെ നിർത്തി മോനെ എന്ന് എങ്ങനെയാണ് പറയുന്നത്? അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്. ഇറ്റ് വാസ് ക്വൈറ്റ് ഇൻകൺവീനിയന്റ്. എന്താ നിർത്തിയത്? അത് വളരെ അസൗകര്യമായിരുന്നു. ദ ഫാമർ ഗെയിൻ നത്തിങ്. ഓൺലി ഫൂൾസ് ടേൺ ടു റൈസ് ഫാമിംഗ് ഫോർ ഗെയിൻ. ഫാമറിനൊന്നും കിട്ടുന്നില്ല, കൃഷിക്കാരനൊന്നും കിട്ടുന്നില്ല, വിഡ്ഢികൾ മാത്രമേ കൃഷി ചെയ്യൂ. ഇപ്പോൾ ഇവിടെ ഈ കൃഷി ഈ രൂപത്തിലാക്കിയ അധികാരികൾക്കെതിരെയുള്ള ഒരു ആക്ഷേപം, ഹാസ്യം കൂടെ ഇവിടെ തെളിയുന്നുണ്ട്. ഓൺലി ഫൂൾസ് ടേൺ ടു റൈസ് ഫാമിംഗ് ഫോർ ഗെയിൻ. കാരണം എന്താണ്? ദിസ് ഇസ് ബെറ്റർ മണി, വാട്ട് ഗുഡ് ടൈംസ്. പണം എളുപ്പം കിട്ടും. ദ ഗവൺമെന്റ് ഗിവ്സ് റൈസ് ടു ദോസ് ഹു ഡോണ്ട് ഹാവ് പാഡി ഫീൽഡ്സ്. അതാണ് മറ്റൊരു രസകരമായ കാര്യം. എന്താണ്? ഗവൺമെന്റ് പാഡി ക്രോപ്പ് ഇല്ലാത്ത ആളുകൾക്ക് ഗവൺമെന്റ് റൈസ് കൊടുക്കും, ഉള്ളവർക്കോ കൊടുക്കില്ല. അപ്പൊ ആരാണ് കൃഷി ചെയ്യാൻ പോവുക? വിഡ്ഢികൾ മാത്രമേ കൃഷി ചെയ്യൂ. ഇവിടെയും ആക്ഷേപഹാസ്യം നിറഞ്ഞു നിൽക്കുന്നു, സറ്റയർ നിറഞ്ഞു നിൽക്കുന്നു. മൈ ലിറ്റിൽ ബ്രദർ റൺസ് ഇൻ ടു മീറ്റ് മീ. എന്റെ കൊച്ചനുജൻ എന്നെ കാണുമ്പോൾ ഓടി വരികയാണ്. ഐ ഈഗർ ടു ഹാവ് എ ഫുൾ മീൽ ഓഫ് അധികര റൈസ്. ഞാനാണെങ്കിൽ വളരെ ആവേശത്തോടുകൂടെ അധികര റൈസിന്റെ ചോറ് തിന്നാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഹീസ് അങ്ങോട്ടേക്ക് ധൃതിപ്പെട്ടു പോവുകയാണ്. ഹീസ് ക്യാരിങ് ദ റേഷൻ ഫോർ ദ ഹോൾ ഹൗസ് ഹോൾഡ്. വീട്ടിലുള്ളവർക്കെല്ലാം ഉള്ള റേഷൻ അവന്റെ കയ്യിലുണ്ട്. ഹി ട്രിപ്സ് ഓവർ സംതിങ് ആൻഡ് സ്കാറ്റേഴ്സ് ദ വീറ്റ്. അതെന്താണ്? അരിയല്ല, ഗോതമ്പാണ്. ഹി ട്രിപ്സ് ഓവർ സംതിങ്, എന്തിലോ തട്ടിത്തടഞ്ഞ് വീഴുന്നു. ആൻഡ് സ്കാറ്റേഴ്സ് ദ വീറ്റ് ഓൾ ഓവർ ദ യാർഡ്. അവന്റെ സഞ്ചിയിലുള്ള വീറ്റ് മുഴുവൻ വിതറി അവിടെ പിന്നെ നശിച്ചു പോവുകയാണ്, അല്ലെങ്കിൽ സഞ്ചിയിൽ നിന്ന് വിതറി അവിടെ നഷ്ടപ്പെടുകയാണ്. Above us a ship of sky rose northward, drowning my brother's loud. ഈ വീണ കാരണം, അല്ലെങ്കിൽ ഈ സാധനം നഷ്ടപ്പെട്ടു പോയത് കാരണം എന്റെ കൊച്ചനുജന്റെ ഉച്ചത്തിലുള്ള കരച്ചിലിനെ, ആ ശബ്ദത്തെ മുക്കിക്കളഞ്ഞുകൊണ്ട് മുകളിലോട്ട് നോക്കുമ്പോൾ ആകാശത്തിലൊരു പ്ലെയിൻ പോവുകയാണ്. ഷിപ്പ് ഓഫ് സ്കൈ എന്നാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം. ദ ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ലൈക്ക് എൻ ആരോ ടു ദ സെന്റർ. അവിടെ എന്തായിരിക്കാമെന്ന് ഊഹിക്കുകയാണ് കവി. എന്താണ്? ചീഫ് മിനിസ്റ്റർ സെന്ററിലേക്ക്, കേന്ദ്രത്തിലേക്ക് വളരെ ധൃതിപ്പെട്ടു പോവുകയാണ്. എന്തിനു വേണ്ടിയായിരിക്കാം? ടു ക്ലാമർ ഫോർ മോർ ഗ്രെയിൻസ്. കൂടുതൽ ധാന്യങ്ങൾ, കൂടുതൽ അരി സംസ്ഥാനത്തിന് അനുവദിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അപേക്ഷയുമായിട്ട് കേന്ദ്രത്തിലേക്ക് പറക്കുന്ന മുഖ്യനായിരിക്കാം ആ ഫ്ലൈറ്റിലുള്ളത് എന്ന് കവി ഊഹിക്കുകയാണ്. ഇവിടെയും വളരെ അതികഠിനമായ ബൈറ്റിംഗ് സർക്കാസം എന്നാണ് പറയാം. ബൈറ്റിംഗ് സർക്കാസം അല്ലെങ്കിൽ എന്താണ്? സറ്റയർ ഓഫ് ദ പോയറ്റ്. നൗ ഫ്ലൈയിങ് ഹൈ അബോവ് ദ കാഷ് ക്രോപ്സ്. കാഷ് ക്രോപ്സിന് മുകളിലൂടെയാണ് പറക്കുന്നത്. അതാണ് മറ്റൊരു വൈരുദ്ധ്യം.
ഇതാണ് വൈരുദ്ധ്യം. നമ്മൾ നെല്ലൊക്കെ നശിപ്പിച്ചു, കാഷ് ക്രോപ്സ് വെച്ച് പിടിപ്പിച്ചു, അതിന് മുകളിൽ കൂടെ കേന്ദ്രത്തിലേക്ക് അരി വേണമെന്ന് പറഞ്ഞുകൊണ്ട് യാചിക്കാൻ വേണ്ടി പോവുകയാണ്. നൗ ഗ്രോയിങ് ടോൾ ലൈക്ക് ട്രീസ് സിൻസ് നോ വൺ ഹിയർ പ്രൊമോട്ട്സ് ദ ഫാമിംഗ് ഓഫ് റൈസ്. ഇവിടെ ആരും ഫാമിംഗ് ഓഫ് റൈസിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പ്രോത്സാഹിപ്പിക്കാതെ ഇവര് കേന്ദ്രത്തിൽ പോയി യാചിക്കുകയാണ്. കെൻ വി ഗെറ്റ് സം ഹസ്ക് ടു, ഇതിന്റെ അവസാനത്തെ ലൈനാണ് ഏറ്റവും അതിന്റെ ക്ലൈമാക്സ്. കെൻ വി ഗെറ്റ് സം ഹസ്ക് ഫ്രം ദ സെന്റർ ടു ആസ് ടു മേക്ക് ടോയ്സ് വിത്ത് ഇറ്റ്. ഐ ഡോണ്ട് നോ. ഒരുപക്ഷെ നമുക്ക് കുറച്ച് ഉമിയും കിട്ടുമോ ആവോ കേന്ദ്രത്തിൽ നിന്ന്, അതുകൊണ്ട് നമുക്ക് കളിപ്പാട്ടം ഉണ്ടാക്കാമായിരുന്നു. വളരെ രസകരവും അതേസമയം ചിന്തോദ്ദീപകവുമായ ഒരു പോയമാണ് ഈ റൈസ് എന്നുള്ള പോയം. നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന കാർഷിക അല്ലെങ്കിൽ നശിച്ചു പോയി കഴിഞ്ഞ കാർഷിക സംസ്കൃതിയെക്കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുകയും അതിന് കാരണമായ ആളുകളെ കണക്കറ്റ് പരിഹസിക്കുകയും ചെയ്തുകൊണ്ട് ഒരു നല്ല നാളേക്ക് വേണ്ടി, ഈ കാർഷിക സംസ്കൃതി തിരിച്ചെത്തുന്ന നല്ല നാളേക്ക് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചെമ്മനം ചാക്കോ എന്ന കവിയുടെ മനോഹരമായ ഒരു കവിതയാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത്. ഇപ്പോൾ ഇതിലെ സറ്റയർ എപ്പോഴും എടുത്തു ചോദിക്കാം, വളരെ സിഗ്നിഫിക്കന്റ് ആണ്, വളരെ റെലവെന്റ് ആണ്. ഈ ഇതിലെ സറ്റയറും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രതീക്ഷയും യാഥാർത്ഥ്യവും തമ്മിലുള്ള പരസ്പര വ്യത്യാസവും പിന്നെ ഈ കാര്യങ്ങളൊക്കെ ഓരോ ലൈൻ എടുത്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു തീം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ നന്നായിട്ട് എസ്സേ ആയോ അല്ലെങ്കിൽ എക്സ്പ്ലനേഷനായോ ഒക്കെ എഴുതാൻ പറ്റും. അപ്പോൾ ഈ കവിതയുടെ തീം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിന്റെ ഒരു സമ്മറി ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ചേർക്കാൻ ശ്രമിക്കുന്നതാണ്. മറ്റ് കവിതകളും ചെയ്തിട്ടുണ്ട്, ബാക്കി ചില പാഠങ്ങളും കൂടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഏതായാലും ഇതുവരെ എന്നെ വാച്ച് ചെയ്തതിന് നന്ദി. താങ്ക് യു. ഗുഡ് നൈറ്റ്.